ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സ്റ്റോറീസ് ഓഫ് നേര. ഇന്ന് നമ്മൾ കുനിശ്ശേരിയിൽ കണ്ണേർ കാണാൻ വന്നിരിക്കണം കേട്ടോ ഗൈസ്. കണ്ണേർ എന്ന് കേട്ടപ്പോൾ കുറച്ച് പേരെങ്കിലും അത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവല്ലേ. പാലക്കാട് കുനിശ്ശേരി കുമ്മാട്ടിയോടനുബന്ധിച്ച് കുമ്മാട്ടിയുടെ തലേന്നാൾ അമ്പലത്തിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ ഈ കണ്ണേർ എന്ന് പറയുന്നത്. പണ്ട് കണ്ണേറുകളെയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾ കുനിശ്ശേരിക്കാർക്ക് കുമ്മാട്ടി പോലെ തന്നെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഈ കണ്ണേറും. പിന്നെ നമ്മുടെ കുനിശ്ശേരിക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തി പന്തലും ലൈറ്റും എല്ലാം കൂടെ കണ്ടപ്പോൾ നേരുവിന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇത്തവണത്തെ പന്തലും എല്ലാ വർഷത്തെയും പോലെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന അമ്പലക്കുളത്തിലാണ് നമ്മൾ കണ്ണേറിന് കൊടിമരം വലം വെക്കുന്നത്. ഈ കൊടിമരം എന്ന് പറയുന്നത് നീളത്തിലുള്ള മുളയാണ് കേട്ടോ. പണ്ട് അമ്മൂമ്മമാര് പറയും അതിനെ അങ്ങനെ പറയാൻ പറ്റില്ല, കൊടിമരം എന്ന് പറയണമെന്ന്. ഇത് നെല്ലിയാമ്പതിൽ നിന്ന് ഇതിനു വേണ്ടി പ്രത്യേക വ്രതം എടുത്ത ആളുകൾ ചെന്നിട്ടാണ് കട്ട് ചെയ്ത് കൊണ്ടുവരിക. തെക്കേത്തറ, വടക്കേത്തറ, കിഴക്കേത്തറ അങ്ങനെ 3 ദേശത്തിന്റെ കൊടിമരവും അമ്പലക്കുളത്തിൽ 3 വലം വെക്കും. അത് കഴിഞ്ഞത് 3 ഭാഗത്തായിട്ട് നിലയുറപ്പിക്കും. അതിൽ ആദ്യത്തേത് ശ്രീകോവിലിന് ഫ്രണ്ടിലായിരിക്കും. ഈ കാണുന്ന ജനങ്ങൾ ഫുള്ളും അത് കാണാനായിട്ട് നിൽക്കുന്നവരാണ് കേട്ടോ. കണ്ണേർ ദിവസം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉണ്ടാവുക ഈ കുളത്തിന് ചുറ്റും തന്നെയായിരിക്കും. നമ്മൾ ഇത്തവണ കുറച്ച് നേരത്തെ പോയതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കാനും പറ്റി. നേരിട്ടനാണെങ്കിൽ ഇതെല്ലാം ഫസ്റ്റ് ടൈം കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഇതെന്താ ഇങ്ങനത്തെ ബോട്ട് എന്ന് പറഞ്ഞ് നോക്കുന്നതാണ് കേട്ടോ ആള്. അങ്ങനെ ഈ 3 ദേശക്കാരും കുമ്മം വിളിക്കുക എന്ന് പറയും. എന്നിട്ട് ഈ കൊടിമരം വെള്ളത്തിൽ മുക്കിയെടുത്ത് 3 വലം വെക്കുന്നതാണ് ചടങ്ങ്. എല്ലാ വർഷവും കണ്ണയാറിന് മഴ ഉണ്ടാവും എന്നുള്ളതാണ് ഒരു വിശ്വാസം കേട്ടോ. ഇത്തവണയും അതിനൊട്ടും മാറ്റം ഉണ്ടായില്ല. ഓൾമോസ്റ്റ് 2 വലമൊക്കെ വെച്ച് കഴിഞ്ഞത് നല്ല അടിപൊളി മഴയും തുടങ്ങി. നമുക്ക് പിന്നെ മഴയുടെ കാര്യം ഷുവർ ആയതുകൊണ്ട് കൊടയും കൊണ്ടാ പോയത്. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബട്ട് കുറച്ചു നേരം കഴിഞ്ഞാൽ നല്ല അടിപൊളി മഴയായി. കുട പിടിച്ചൊന്നും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ബട്ട് അപ്പോഴും ചടങ്ങുകൾക്കൊന്നും ഒട്ടും മാറ്റം ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴയുടെ ഫോഴ്സ് കൂടിയപ്പോൾ നമ്മൾ പതുക്കെ അമ്പലത്തിനകത്തേക്ക് കയറുന്നു. നമ്മൾ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന 90% ആളുകളും അമ്പലത്തിനകത്തേക്കാണ് കയറുന്നത്. പിന്നെ ഇത്തവണ അമ്പലത്തിൽ ഷീറ്റെല്ലാം ഇട്ടതുകൊണ്ട് ആർക്കും മഴ നനയേണ്ടി വന്നില്ല. അമ്പലത്തിനകത്ത് കയറി നിൽക്കുമ്പോഴേക്കും മഴയുടെ ഫോഴ്സ് വീണ്ടും കൂടിയിട്ടോ. ഓൾമോസ്റ്റ് മിനിമം ഒരു 2 hours എങ്കിലും നമ്മൾ ഇതേ നിൽപ്പ് നിന്ന് കാണും. പിന്നെ നേരിൽ നിന്ന് നല്ല മൂടായതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ വെച്ച് നമ്മുടെ കുറേ നൈബേഴ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ കാണാനും സംസാരിക്കാനും പറ്റി. പിന്നെ കൂടെ നമ്മുടെ അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കാണ് ശരിക്കും നിന്ന് ടയേർഡായത്. പിന്നെ ചെറുതായിട്ടൊന്ന് മഴയുടെ ഫോഴ്സ് കുറഞ്ഞത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. പിന്നെ ഇന്നത്തെ മഴ കണ്ടപ്പോൾ നാളത്തെ കുമ്മാട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് മഴയായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളത്തെ കുമ്മാട്ടി വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.